നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് വിപണിയിൽ ഡെലിവറി ടെക് കമ്പനികളായ സൊമാറ്റോ, സ്വിഗ്ഗി എന്നീ ഓഹരികളും BSE ഓഹരികളും പതിവിലും കൂടുതൽ നിക്ഷേപ താൽപര്യം ഉയർന്നതായി നിങ്ങൾ കണ്ടിരിക്കും. BSE ഓഹരികൾ റെക്കോർഡ് ഉയരങ്ങളിലേക്ക് കുതിച്ചു കയറിയപ്പോൾ സ്വിഗ്ഗിയും സൊമാറ്റോയും കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്കിടയിലെ ഉയർന്ന നേട്ടമാണ് കൈവരിച്ചത്. ഓഹരികളുടെ റാലിക്ക് പിന്നിലെ കാരണം മനസ്സിലാക്കാം. BSEയുടെ കുതിപ്പിന് പിന്നിലെ പ്രധാന കാരണം ആഗോള ബ്രോക്കറേജ് സ്ഥാപനമായ UBS BSEയുടെ ടാർഗറ്റ് പ്രൈസ് ഗണ്യമായി ഉയർത്തി എന്നതാണ്. UBS നൽകുന്ന പുതിയ ടാർഗറ്റ് വില 3650 രൂപയാണ്. അതായത് നിലവിലെ വിലയിൽ നിന്നും ഇനിയും വലിയൊരു മുന്നേറ്റം BSE ഓഹരികൾ ഉണ്ടാകുമെന്ന് അവർ വ്യക്തമാക്കുന്നു. വെറുമൊരു പ്രവചനം മാത്രമല്ല ഇതിന് പിന്നിലുള്ളത്. കൃത്യമായ ഫണ്ടമെന്റൽ അനാലിസിസും BSE കാഴ്ചവെച്ച മികച്ച മൂന്നാം പാദ സാമ്പത്തിക ഫലങ്ങളും ഇതിന് ആധാരമാണ്. ഡിസംബർ പാദത്തിലെ BSEയുടെ പ്രകടനം പരിശോധിച്ചാൽ ആരെയും അത്ഭുതപ്പെടുത്തുന്ന കണക്കുകളാണ് കാണാൻ കഴിയുന്നത്. BSEയുടെ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 174% വർദ്ധിച്ച് 602 കോടി രൂപയിലെത്തി. വരുമാനമാകട്ടെ 62% ഉയർന്ന് 1240 കോടി രൂപയായും ഉയർന്നിട്ടുണ്ട്. ഈ വളർച്ചയുടെ പ്രധാന നട്ടെല്ല് BSEയുടെ ഡെറിവേറ്റീവ് സെഗ്മെന്റിലെ മുന്നേറ്റമാണ്. സെൻസെക്സ് വീക്കിലി ഓപ്ഷൻസിലൂടെ വിപണി വിഹിതം പിടിച്ചെടുക്കാൻ BSEക്ക് സാധിച്ചിട്ടുണ്ട്. നിലവിൽ ഡെറിവേറ്റീവ്സ് വിപണിയിൽ ഏകദേശം 29.4% പ്രീമിയം ടേൺ ഓവർ വിഹിതം BSE കൈവശപ്പെടുത്തിയിട്ടുണ്ട്. ആഭ്യന്തര ബ്രോക്കറേജ് സ്ഥാപനമായ നുവാമ നൽകുന്ന ടാർഗറ്റ് വില 3760 രൂപയാണ്. BSEയുടെ പക്കലുള്ള CDSL ഓഹരികളുടെ മൂല്യവും ശക്തമായ വോളിയം വളർച്ചയും പരിഗണിച്ചാണ് ഈ ലക്ഷ്യം നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ ഈ കുതിപ്പിനിടയിലും ചില മുന്നറിയിപ്പുകൾ കൂടി വിദഗ്ധർ നൽകുന്നുണ്ട്. ആഗോള ബ്രോക്കറേജ് ആയ ജെഫറീസ് BSE ഓഹരികൾ ഹോൾഡ് എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. 3050 രൂപയാണ് അവരുടെ ടാർഗറ്റ്. സെൻസെക്സ് വീക്കിലി ഓപ്ഷൻസിനെ അമിതമായി ആശ്രയിക്കുന്നത്, വർദ്ധിച്ചു വരുന്ന റെഗുലേറ്ററി റിസ്കുകൾ, മറ്റ് എക്സ്ചേഞ്ചുകളിൽ നിന്നുള്ള മത്സരം എന്നിവയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്ന വെല്ലുവിളികൾ. എങ്കിലും ടെക്നോളജി ചിലവുകൾ വർദ്ധിച്ചിട്ടും BSEയുടെ EBITDA മാർജിൻ 60.8% മെച്ചപ്പെട്ടിട്ടുണ്ട്. ചുരുക്കത്തിൽ ഡെറിവേറ്റീവ് വിപണിയിലെ വളർച്ചയും മികച്ച ലാഭക്ഷമതയും BSEയെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഹോട്ട്സ്പോട്ട് ആക്കി മാറ്റിയിരിക്കുകയാണ്. എങ്കിലും വിപണിയിലെ റിസ്കുകൾ കൂടി പരിഗണിച്ച് വേണം നിക്ഷേപകർ തീരുമാനമെടുക്കാൻ. നിലവിൽ BSE ഓഹരികൾ വളരെ ശക്തമായ ഒരു ബുള്ളിഷ് ട്രെൻഡിലാണ്. വിപണിയിൽ ഇന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള സർവകാല റെക്കോർഡ് വിലയായ 3788.4 ഇതിന് തെളിവാണ്. ഓഹരി വില ഇപ്പോൾ 5 ഡേ, 20 ഡേ, 50 ഡേ, 100 ഡേ, 200 ഡേ എന്നിങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ മൂവിംഗ് ആവറേജുകൾക്കും മുകളിലാണ്. ഇത് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള കുതിപ്പിനെ സൂചിപ്പിക്കുന്നുണ്ട്. നിലവിൽ RSI ഏകദേശം 58 to 60 നിലവാരത്തിലാണ്. ഇത് ഓഹരി ശക്തമാണെന്ന് കാണിക്കുന്നുണ്ടെങ്കിലും ഓവർബോട്ട് മേഖലയിലേക്ക് എത്തിയിട്ടില്ല. അതായത് ഇനിയും വില ഉയരാൻ സാധ്യതയുണ്ടെന്ന് സാരം. ഡെയിലി ചാർട്ടിൽ BSE കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേണിൽ നിന്നും ഒരു ബ്രേക്ക് ഔട്ട് നടത്തിയിട്ടുണ്ട്. 2900 to 3000 എന്ന കടമ്പ കടന്നതോടെ നിക്ഷേപകർക്കിടയിൽ ആത്മവിശ്വാസം വർദ്ധിച്ചു. വോളിയം അനാലിസിസ് പരിശോധിച്ചാൽ കഴിഞ്ഞ ആഴ്ചയേക്കാൾ 39% അധികം ഡെലിവറി വോളിയം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇത് സ്പെക്കുലേറ്റീവ് ട്രേഡിംഗിനേക്കാൾ ഉപരിയായി ദീർഘകാല നിക്ഷേപകർ ഈ ഓഹരി വാങ്ങിക്കൂട്ടുന്നു എന്നതിന്റെ സൂചനയാണ്. BSE ഓഹരികൾ ഇപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് മോഡിലാണ്. എൻട്രി നടത്തുമ്പോൾ ട്രേഡിംഗ് വോളിയം കൂടുതലാണെന്ന് ഉറപ്പുവരുത്തുക. ഏകദേശം 2850 രൂപ എന്ന നിലവാരത്തിൽ സപ്പോർട്ട് പ്രതീക്ഷിക്കാം. 2552 രൂപയിലാണ് അടുത്ത പിന്തുണ. മുകളിൽ 3242 രൂപയിലാണ് ആദ്യ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കേണ്ടത്. 3487 രൂപയാണ് അടുത്ത റെസിസ്റ്റൻസ്. അടുത്തത് സൊമാറ്റോ, സ്വിഗ്ഗി ഓഹരികളുടെ കുതിപ്പിന്റെ കാരണം മനസ്സിലാക്കാം. ഇന്ന് സൊമാറ്റോയുടെ ഓഹരികൾ ഏകദേശം 6%-ലധികം വർദ്ധിച്ച 307 രൂപ എന്ന നിലവാരത്തിലെത്തി. ഇത് കഴിഞ്ഞ നവംബർ 21 ശേഷമുള്ള ഏറ്റവും ഉയർന്ന വിലയാണ്. അതുപോലെ തന്നെ സ്വിഗ്ഗിയുടെ ഓഹരികളും 5%-ലധികം ഉയർന്ന 350 രൂപയിലെത്തി. ഒരു മാസത്തിനിടയിലെ ഏറ്റവും ശക്തമായ പ്രകടനമാണ് സ്വിഗ്ഗി ഇന്ന് കാഴ്ചവെച്ചത്. ഈ മുന്നേറ്റത്തിന് പിന്നിൽ പ്രധാനമായ 3 കാരണങ്ങളാണുള്ളത്. ആദ്യത്തേത് സൊമാറ്റോ അവതരിപ്പിച്ച പുതിയ AI ടൂളാണ്. തങ്ങളുടെ ഡെലിവറി പാർട്ണർമാരെ വേഗത്തിൽ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരുന്നതിനായി ഒരു AI പവേർഡ് ഹോട്ട്ലൈൻ സൊമാറ്റോ പുറത്തിറക്കിയിട്ടുണ്ട്. വാട്സപ്പുമായി സംയോജിപ്പിച്ചിരിക്കുന്ന ഈ സംവിധാനം വഴി ഡെലിവറി പങ്കാളികളുടെ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ, ഓൺബോർഡിംഗും നിമിഷങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കാം. ഇത് കമ്പനിയുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുമെന്ന് നിക്ഷേപകർക്ക് വലിയ പ്രതീക്ഷ നൽകുന്നു. രണ്ടാമത്തെ കാരണം ആഭ്യന്തര മ്യൂച്വൽ ഫണ്ടുകൾക്ക് ഈ മേഖലയിലുള്ള വർദ്ധിച്ച താല്പര്യമാണ്. പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം 2025 അവസാനത്തോടെ ഇന്ത്യയിലെ പുതിയ തലമുറ ടെക് കമ്പനികളിൽ മ്യൂച്വൽ ഫണ്ടുകൾ നടത്തിയ നിക്ഷേപം 1.77 ലക്ഷം കോടി രൂപയായി ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇത് വെറും 95,000 കോടി രൂപയായിരുന്നു. ഇതിൽ തന്നെ 40%-ലധികം നിക്ഷേപവും സൊമാറ്റോയിലാണ്. കഴിഞ്ഞ ഡിസംബറിൽ നടന്ന സ്വിഗ്ഗിയുടെ 10,000 കോടി രൂപയുടെ ഓഹരി വിൽപ്പനയിലും മ്യൂച്വൽ ഫണ്ടുകൾ വലിയ തോതിൽ പങ്കാളിയായിരുന്നു. മൂന്നാമതായി വിപണിയിൽ നടന്ന വൻകിട ഇടപാടുകൾ അഥവാ ബ്ലോക്ക് ഡീലുകൾ ഓഹരികളുടെ ട്രേഡിംഗ് വോളിയം വലിയ തോതിൽ ഉയർത്തിയിട്ടുണ്ട്. ഏകദേശം 1.19 കോടി സൊമാറ്റോ ഓഹരികളാണ് ഇത്തരത്തിൽ കൈമാറ്റം ചെയ്യപ്പെട്ടത്.
ടെക്നോളജിയിലെ പുതുമകളും വലിയ നിക്ഷേപ സ്ഥാപനങ്ങളുടെ പിന്തുണയും ഈ ഓഹരികളെ റെക്കോർഡ് ഉയരങ്ങളിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. സൊമാറ്റോ നിലവിൽ ഒരു കൺസോളിഡേഷൻ ഘട്ടത്തിന് ശേഷം വീണ്ടും ഒരു കുതിപ്പിന് തയ്യാറെടുക്കുന്ന ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്. ബ്ലിങ്കിറ്റിന്റെ മുന്നേറ്റം ഓഹരിക്ക് കരുത്ത് പകരുന്നുണ്ട്. ഇന്ന് 303 രൂപയിലാണ് എറ്റേണൽ ഓഹരി വ്യാപാരം അവസാനിപ്പിച്ചത്. ഹ്രസ്വകാല അടിസ്ഥാനത്തിൽ ട്രെൻഡ് ബുള്ളിഷ് തന്നെയാണ്. 5 ഡേ 10 ഡേ 20 ഡേ SMAകൾക്ക് മുകളിലാണ് ഓഹരി വ്യാപാരം നടത്തുന്നത്. റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ഏകദേശം 51 to 53 നിലവാരത്തിലാണ്. ഇത് ഓഹരിയിൽ ഇനിയും വാങ്ങാനുള്ള അവസരമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 284 രൂപ 278 രൂപ നിലവാരത്തിൽ സപ്പോർട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. 311 രൂപ 325 രൂപ നിലവാരത്തിൽ റെസിസ്റ്റൻസും പ്രതീക്ഷിക്കാം. 312 കടന്നാൽ ഓഹരി 345 to 360 ലക്ഷ്യമാക്കി നീങ്ങാൻ സാധ്യതയുണ്ട്. സ്വിഗ്ഗിയുടെ കാര്യം കൂടി മനസ്സിലാക്കാം. ലിസ്റ്റിംഗിന് ശേഷം നേരിട്ട വലിയ ഇടിവിൽ നിന്ന് സ്വിഗ്ഗി കരകയറാൻ ശ്രമിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ വോളിയത്തിൽ ഉണ്ടായ വർധനവ് പോസിറ്റീവ് സൂചനയാണ്. ഇന്ന് ഓഹരി 355 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇപ്പോൾ ഓഹരിയിൽ ഒരു ഷോർട്ട് ടേം റീബൗണ്ട് ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും 50 ഡേ സിമ്പിൾ മൂവിംഗ് ആവറേജിനും താഴെയായതിനാൽ പൂർണ്ണമായും ബുള്ളിഷ് ആയിട്ടില്ല. RSI ഏകദേശം 39.40 നിലവാരത്തിലാണ്. ഓവർസോൾഡ് മേഖലയിൽ നിന്നും ഓഹരി തിരിച്ചു കയറുന്ന ഘട്ടമാണിത്. 297 രൂപയിൽ മേജർ സപ്പോർട്ട് പ്രതീക്ഷിക്കാം. മുകളിൽ 50 ഡേ മൂവിംഗ് ആവറേജ് ആയ 366 രൂപയിൽ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. ഈ ലെവൽ മറികടന്നാൽ 446 രൂപയിലേക്കുള്ള മുന്നേറ്റം ഉണ്ടാകാനുള്ള സാധ്യത അനലിസ്റ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നു. മൂന്നാം പാദത്തിലെ നഷ്ടം നിക്ഷേപകരെ ആശങ്കപ്പെടുത്തുന്നുണ്ടെങ്കിലും ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ 450 മുതൽ 500 രൂപ വരെ ഓഹരിയിൽ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. ഏതായാലും നിങ്ങൾ ഓഹരികൾ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിപണിയിലെ ചാഞ്ചാട്ടങ്ങൾ കൂടി കണക്കിലെടുത്ത് വേണം മുന്നോട്ട് നീങ്ങാൻ.